1 കിലോ വെള്ളിക്ക് ഇപ്പോൾ വില 1,15,000 രൂപ. ഇതിനി 2 ലക്ഷം രൂപയായി ഉയരുമോ? ജനുവരി 2023 മുതൽ ജൂൺ 2025 വരെ വെള്ളിയുടെ വില 47.5% ഉയർന്നിരിക്കുകയാണ്. അതായത് വെറും 2.5 വർഷത്തിനുള്ളിൽ 76,600 രൂപയിൽ നിന്ന് 1,15,000 രൂപയായി ഉയർന്നിരിക്കുന്നു. അതായത് ഏകദേശം 36,000 രൂപയുടെ വർധനവ്. എന്തുകൊണ്ടാണ് വെള്ളിയുടെ വില ഇത്രയേറെ ഉയരുന്നത്? വെള്ളിയിൽ നിക്ഷേപിക്കുന്നത് ശരിയായ തീരുമാനമാണോ അതോ തെറ്റാണോ എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ കാണാൻ സാധിക്കും. റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന ബുക്കിന്റെ ഓഥറായ റോബർട്ട് കിയോസ്കി പോലും പ്രവചിച്ചത് വെള്ളിയുടെ വില ഇരട്ടിയാകുമെന്നാണ്. എന്തുകൊണ്ടാണ് വെള്ളിയുടെ വില ഇത്രയേറെ ഉയരുന്നത്? ഇത്രയേറെ ഉയരാനുള്ള കാരണം എന്താണ്? വെള്ളിയിൽ നിക്ഷേപിക്കുന്നത് ശരിയായ തീരുമാനമാണോ? വെള്ളിയുടെ വില സ്വർണ്ണ വിലയേക്കാൾ കൂടുതൽ കുതിക്കുന്നുവെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ നമുക്ക് നൽകുന്ന വിവരങ്ങൾ. നമ്മൾ ഏതൊരു കാര്യത്തെക്കുറിച്ചും സംസാരിക്കുമ്പോഴും അതിന്റെ പഴയകാല ചരിത്രം അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ സിൽവറിന്റെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള ആ ഒരു ഗ്രോത്തും എങ്ങനെയൊക്കെയാണ് വില ഉയരുന്നത്, എപ്പോഴൊക്കെയാണ് വില കുറഞ്ഞത്, വില കുറയാനുള്ള കാരണം എന്താണ്, വില കൂടാനുള്ള കാരണങ്ങൾ എന്താണ് എന്നിവയെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ സിൽവറിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് വെള്ളിയുടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള ആ ഒരു വിലയും ആ ഒരു വിലയിൽ വരുന്ന വേരിയേഷനും എന്താണെന്നൊന്ന് നമ്മൾ കമ്പയർ ചെയ്യാം. ഈ ഒരു ടേബിളിൽ നമുക്ക് കാണാൻ സാധിക്കും വർഷവും അതുപോലെ തന്നെ വിലയുമാണ്. 1 കിലോ അടിസ്ഥാനത്തിലാണ് വില നമ്മൾ നൽകിയിരിക്കുന്നത്. അപ്പോൾ 1981 എടുത്ത് നോക്കുകയാണെങ്കിൽ വെള്ളിക്ക് 1 കിലോയ്ക്ക് വില വരുന്നത് 2,715 രൂപയാണ്. അതേ വെള്ളി 1 കിലോ വെള്ളി 1989 ആയപ്പോഴേക്കും 6,755 രൂപയായി ഉയർന്നിരിക്കുകയാണ്. 1992 ആ 1 കിലോ വെള്ളിയുടെ വില 8,040 രൂപയായി ഉയർന്നു. ഈ ഒരു വർഷങ്ങളിൽ, അതായത് 1981 മുതൽ 1992 വരെയുള്ള കാലയളവിൽ വെള്ളിയുടെ വില ഉയർന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ 1993 നോക്കുകയാണെങ്കിൽ വെള്ളിയുടെ വില കുറഞ്ഞിരിക്കുകയാണ്. 5,489 രൂപ. അതായത് 1992 വെള്ളിയുടെ വില 8,040 രൂപയും ആ ഒരു വർഷത്തിൽ, അതായത് 1993 ആയപ്പോഴേക്കും 5,489 രൂപയായി കുറഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ 2003 വെള്ളിയുടെ വിലയാണ് നോക്കുന്നത്. 2003 ആയപ്പോഴേക്കും വീണ്ടും വെള്ളിയുടെ വില ഉയർന്നു. പക്ഷേ 1992 8,040 ആയിരുന്നു. 2003 ആയപ്പോഴേക്കും 7,695 ആണ്. ആ ഒരു 8,000-നെ ബീറ്റ് ചെയ്യാൻ 2003 സാധിച്ചിട്ടില്ല. ഇനി നമുക്ക് 2011 വെള്ളിയുടെ വില എത്രയാണെന്ന് നോക്കാം. 2011 ആയപ്പോഴേക്കും വെള്ളിയുടെ വില നമുക്ക് പ്രവചിക്കാൻ കഴിയുന്നതിൽ അതീതമായി ഉയർന്നിരിക്കുകയാണ്. 56,900 രൂപ. അതായത് 7,695 നിന്ന് 56 എന്നൊരു വലിയ സംഖ്യയിലേക്ക് വെള്ളിയുടെ വില ഉയർന്നിരിക്കുകയാണ്. ഇനി നമുക്ക് 2023 വില എങ്ങനെയാണെന്ന് നോക്കാം. 2023 ആയപ്പോഴേക്കും വെള്ളിയുടെ വില വീണ്ടും ഉയർന്നിരിക്കുകയാണ്. 78,600 രൂപയായി 1 കിലോ വെള്ളിയുടെ വില ഉയർന്നു. നമ്മൾ ഈ ഒരു ടേബിൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ഒരു കാലഘട്ടത്തിലെല്ലാം വെള്ളിയുടെ വില ഉയരുന്നുണ്ട്. ഈ ഒരു കാലയളവിൽ 1993 മാത്രമാണ് വെള്ളിയുടെ വില കുറഞ്ഞത്. അതായത് 8,000 സംതിങ്ങിൽ നിന്ന് 5,000 സംതിങ് എന്നൊരു എമൗണ്ടിലേക്ക് കുറഞ്ഞു. ബാക്കി എല്ലാ വർഷങ്ങളിലും വെള്ളിയുടെ വില ഉയർന്നു തന്നെയാണ് വരുന്നത്. ഇപ്പോൾ 2025 ആയപ്പോഴത്തേക്കും വെള്ളിയുടെ വില 1,15,000 എന്നൊരു വലിയ തുകയിലേക്ക് എത്തി നിൽക്കുകയാണ്. 2011 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിൽ വെള്ളിയുടെ വില ഇടയ്ക്കിടയ്ക്ക് കുത്തനെ ഇറങ്ങുകയാണ് ചെയ്തത്. പക്ഷേ 2023 മുതൽ വെള്ളിയുടെ വില തുടർച്ചയായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു താഴ്ചയെ നമുക്ക് കാണാൻ സാധിക്കില്ല. ആ ഒരു വിലക്കയറ്റം കണ്ടിന്യൂസ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് വെള്ളിയുടെ വില ഇത്രയേറെ ഉയരുന്നത്? ഇപ്പോൾ വെള്ളിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ശരിയായ തീരുമാനമാണോ എന്നായിരിക്കും നിങ്ങൾക്ക് സംശയം. അതെന്താണെന്നും അതിനുള്ള ഉത്തരം എന്താണെന്നും നമുക്കിനി നോക്കാം. വെള്ളിയുടെ വില ഇത്തരത്തിൽ ഉയരാനുള്ള 4 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ കാരണമാണ് ഡിമാൻഡ് സപ്ലൈ. നമുക്ക് എല്ലാവർക്കും ജനറലായി അറിയാവുന്ന ഒരു കാര്യമാണ് ഡിമാൻഡ് സപ്ലൈ തിയറി. അതായത് ഡിമാൻഡ് ഉയരുമ്പോൾ ആ ഒരു വസ്തുവിന്റെ വില കൂടുന്നു, ഡിമാൻഡ് കുറയുമ്പോൾ ആ ഒരു വസ്തുവിന്റെ വില കുറയുന്നു. ഞാൻ സിമ്പിളായി നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞു തരാം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മാംഗോ സീസൺ ആണ്. മാംഗോ സീസൺ നമുക്കറിയാം, സീസൺ സമയമാകുമ്പോഴേക്കും മാംഗോയുടെ വില കുറയുന്നു.
കാരണം നമുക്കറിയാം ആവശ്യത്തിലധികമായി സപ്ലൈ, അതായത് നമ്മളുടെ ആ ഒരു ചുറ്റുപാടും നമ്മുടെ നാട്ടിലൊക്കെ ആവശ്യത്തിലധികമായി നമുക്ക് മാംഗോസ് ലഭിക്കുന്നു. അപ്പോൾ നമ്മൾ വളരെ ചീപ്പായിട്ട് മാംഗോസ് വാങ്ങുന്നു. അപ്പോൾ ആ സപ്ലൈ കൂടുന്നത് കാരണം ആ ഒരു വസ്തുവിന്റെ ഡിമാൻഡ് കുറയുകയാണ്. നമുക്ക് കുറച്ച് പൈസ നൽകി ആ ഒരു മാങ്ങ വാങ്ങാൻ സാധിക്കും. പക്ഷെ സീസൺ കഴിയുമ്പോൾ ആ ഒരു സപ്ലൈ കുറയുകയാണ്, ആ ഒരു മാംഗോന്റെ സപ്ലൈ കുറയുകയാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ പണം നൽകി ആ ഒരു മാംഗോ വാങ്ങേണ്ട അവസ്ഥയാണ്. അതായത് നമ്മളൊരു ടേബിൾ കാൽക്കുലേറ്റ് ചെയ്തു, അതിലെ ഓരോ വർഷവും ആ ഒരു സിൽവറിന്റെ പ്രൈസ് പോകുന്നതൊക്കെ പറഞ്ഞു. അപ്പോൾ 2021 ശേഷമാണ് ഈ ഒരു സിൽവറിന് വില കൂടിയതായി നമ്മൾ കണ്ടത്. അപ്പോൾ അതിനൊരു പ്രധാനപ്പെട്ട കാരണം 2021 മുതൽ ഡിമാൻഡ്, അതായത് സപ്ലൈ ചെയ്ത സിൽവറിനേക്കാൾ കൂടുതൽ ആവശ്യം മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സിൽവറിന് ഇത്രത്തോളം പ്രൈസ് കൂടാനുള്ള സാധ്യത ഉയർന്നു വന്നത്. ഫോട്ടോഗ്രാഫി, ഇലക്ട്രോണിക് വെഹിക്കിൾസ്, അതുപോലെ തന്നെ സോളാർ എന്നിവയിലെല്ലാം സിൽവറിന്റെ ആവശ്യകത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു കാലയളവിൽ നമുക്കറിയാം EV വെഹിക്കിൾസിന്റെ ആ ഒരു ഡിമാൻഡ് കൂടി വന്നത് ഈ ഒരു കാലയളവിലാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് ആളുകൾ സോളാർ പാനലിനെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം സിൽവറിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സിൽവറിന്റെ ആവശ്യകത കൂടുകയും കൂടുതൽ സിൽവർ ആവശ്യമായി വരുമ്പോൾ അത്രയും അവൈലബിൾ അല്ലാത്ത സമയത്ത് നമ്മൾ കൂടുതൽ പണം നൽകി സിൽവർ വാങ്ങേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് സ്വാഭാവികമായി ഈ ഒരു വർഷം സിൽവറിന്റെ വില ഇത്രയേറെ ഉയർന്നത്. 2025 മാത്രം 70 മില്യൺ ഔൺസ് സിൽവർ ആവശ്യമായി വന്നു. അതുകൊണ്ടാണ് സ്വാഭാവികമായും സിൽവറിന്റെ വില ഇത്രയേറെ ഉയർന്നത്. രണ്ടാമത്തെ പോയിന്റ് ആണ് ആഗോള സാമ്പത്തിക പ്രവണത. 2025 ആഗോള GDP വളർച്ച 3.2% 2025 ആകുമ്പോഴേക്കും ആ ഒരു GDP റേറ്റ് കുറയാനാണ് സാധ്യത. അതായത് വ്യവസായ വിപണനം കുറയും. അതായത് നമ്മൾ ഇത്തരത്തിൽ ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ അല്ലെങ്കിൽ ആ ഒരു സോളാർ പാനൽ എന്നിവയുടെ ഉൽപാദനം കുറയുമ്പോൾ സിൽവറിന്റെ ആവശ്യകത കുറയുകയാണ് ചെയ്യുന്നത്. അത്തരത്തിൽ ആവശ്യം കുറയുമ്പോൾ ആ ഒരു ഡിമാൻഡ് ഇല്ലാതാകുമ്പോൾ സിൽവറിന്റെ വില ഓട്ടോമാറ്റിക്കായി കുറയാനാണ് സാധ്യത. അതൊരു വെല്ലുവിളിയായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മൂന്നാമത്തെ പോയിന്റ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഇതിനേക്കാൾ എല്ലാം പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാൻ വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളുടെ കുടുംബത്തിന്റെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കാൻ നിങ്ങൾ എന്തെങ്കിലും മുൻകൂട്ടി ചെയ്തു വെച്ചിട്ടുണ്ടോ? ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം, വലിയ തുക നൽകി ടേം ഇൻഷുറൻസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻഷുറൻസോ എടുക്കാനുള്ള തുക അല്ലെങ്കിൽ ആ ഒരു സാലറി എൻ്റെ കയ്യിലില്ല, ആ ഒരു പണം എൻ്റെ കയ്യിലില്ല എന്നോർത്ത് വിഷമിക്കുന്നുണ്ടാകാം. പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയാണ് വെറും 600 രൂപ മുതൽ 700 രൂപ വരെ മാസം നിങ്ങൾ നൽകിയാൽ നിങ്ങൾക്ക് 2 കോടി രൂപ വരെയുള്ള ലൈഫ് കവർ നേടാൻ സാധിക്കും. 51-ലധികം ഇൻഷുറൻസ് കമ്പനികളുടെ പോളിസികൾ നിങ്ങൾക്ക് ഇവിടെ താരതമ്യം ചെയ്യാൻ സാധിക്കും. ഇവയിൽ നിന്ന് നിങ്ങൾക്ക് ഒതുങ്ങുന്നത് ഏതാണ്, നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു തുക നൽകി ആരംഭിക്കാൻ കഴിയുന്നത് ഏതാണെന്ന് സിമ്പിളായി തിരഞ്ഞെടുക്കാനും സാധിക്കും. അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ടേം ഇൻഷുറൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ മാസം വെറും 600 രൂപ മുതൽ 700 രൂപ നിങ്ങൾ നിക്ഷേപിക്കുകയാണെങ്കിൽ 2 കോടി രൂപയുടെ ലൈഫ് കവർ നിങ്ങളുടെ ഫാമിലിക്ക് നിങ്ങൾക്ക് നൽകാൻ സാധിക്കും. 15% വരെ നിങ്ങൾക്ക് ഡിസ്കൗണ്ടും ലഭിക്കുന്നു. അത് മാത്രമല്ല നിങ്ങൾക്ക് വളരെ വേഗം അവരുടെ ആ ഒരു അസിസ്റ്റൻസും ലഭിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ടേം ഇൻഷുറൻസിലൂടെ നമ്മളുടെ കുടുംബത്തിന്റെ ഭാവി സുരക്ഷിതമാക്കിയിരിക്കുകയാണ്. നമ്മളുടെ കുടുംബത്തിന്റെ ഭാവി മാത്രം നോക്കിയാൽ മതിയോ? നമുക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ടേം ഇൻഷുറൻസിലൂടെ നമ്മൾ നമ്മളുടെ കുടുംബത്തിന്റെ ഭാവി സുരക്ഷിതമാക്കി. ഇനി നമുക്ക് എന്തെങ്കിലും അപകടം വന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു അപകടം വരുമ്പോൾ അവിടെ നമുക്ക് ചികിത്സയ്ക്കായി നമ്മളുടെ സേവിങ്സും നമ്മളുടെ സാലറി മുഴുവനും നൽകേണ്ട ഒരു അവസ്ഥയാണ്. ഇവിടെയാണ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ നിങ്ങളുടെ സേഫ്റ്റിക്കായി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ സെയിം ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ഒരു ലിങ്കിലൂടെ നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസും എടുക്കാവുന്നതാണ്. നിങ്ങൾ മാസം വെറും 400 രൂപ മുതൽ 500 രൂപ വരെ നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 കോടി രൂപയുടെ ലൈഫ് കവർ ആണ് ലഭിക്കുന്നത്. അതുമാത്രമല്ല 25% വരെ ഡിസ്കൗണ്ടും നേടാൻ സാധിക്കും. വെറും 3 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ക്ലെയിം സെറ്റിൽമെന്റും നടക്കുന്നു. ഇതിനുള്ളിൽ തന്നെ 51-ലധികം ഇൻഷുറൻസ് പോളിസീസ് ഉണ്ട്. അതിൽ ഏത് വേണമെന്ന് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാം. അത് മാത്രമല്ല നിങ്ങൾക്ക് അവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അനുയോജ്യമായത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ടേം ഇൻഷുറൻസോ അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസോ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് സ്വന്തമായി ചൂസ് ചെയ്ത് നിങ്ങളുടെ ബെറ്റർ ചോയ്സ് ഇവിടെ നിന്ന് തന്നെ ചൂസ് ചെയ്യാവുന്നതാണ്. നമുക്കിനി മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. മൂന്നാമത്തെ പോയിന്റ് ആണ് ബാങ്കുകളുടെ പലിശ നയം. നമ്മളുടെ കയ്യിൽ പണമുള്ളപ്പോൾ നമ്മൾ സ്വാഭാവികമായി ചിന്തിക്കുന്നത് ബാങ്കുകളിൽ FD അല്ലെങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് നൽകാനാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ നിക്ഷേപിക്കുമ്പോൾ ബാങ്കുകൾ നമുക്ക് കുറഞ്ഞ ഇൻട്രസ്റ്റ് ആണ് നൽകുന്നതെങ്കിൽ നിക്ഷേപകർ സ്വാഭാവികമായി മറ്റ് രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു.
അത്തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ കൂടുതൽ വെള്ളിയോ അല്ലെങ്കിൽ സ്വർണമോ വാങ്ങാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ബാങ്കുകൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമ്പോൾ നിക്ഷേപകർ സ്വർണം, വെള്ളി പോലുള്ളവയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർ കൂടുതലായി സ്വർണവും വെള്ളിയും ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ഡിമാൻഡ് വർദ്ധിക്കുമ്പോഴും ഓട്ടോമാറ്റിക്കലി സിൽവറിന്റെ വില വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. നാലാമത്തെ പോയിന്റ് ആണ് അന്താരാഷ്ട്ര അവസ്ഥ. അതായത് നമുക്ക് അറിയാവുന്നതാണ്, റഷ്യ-ഉക്രൈൻ യുദ്ധം നടക്കുകയാണ്. ഇത്തരത്തിൽ ആഗോളതലത്തിൽ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ നടക്കുമ്പോഴും ആളുകൾ സേഫ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അത്തരത്തിൽ സേഫ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അസറ്റ് ആണ് സ്വർണം, വെള്ളി പോലുള്ള വസ്തുക്കൾ. അപ്പോൾ ഇത്തരത്തിൽ യുദ്ധങ്ങൾ നടക്കുമ്പോൾ ആളുകൾ സുരക്ഷിതമായി ഇൻവെസ്റ്റ് ചെയ്യാൻ സിൽവർ ചൂസ് ചെയ്യുമ്പോഴും സിൽവറിന്റെ ഡിമാൻഡ് വർദ്ധിക്കുകയാണ്. അങ്ങനെ സിൽവറിന്റെ വില കൂടുകയും ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ എന്തുകൊണ്ടാണ് സിൽവറിന്റെ വില ഇത്രത്തോളം ഉയരുന്നത്, അതുപോലെ തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി സിൽവറിന്റെ വിലയിൽ വരുന്ന മാറ്റങ്ങൾ, എപ്പോഴൊക്കെയാണ് കൂടിയത്, എപ്പോഴൊക്കെയാണ് കുറഞ്ഞത്, സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ശരിയായ തീരുമാനമാണോ എന്നിവയുടെ എല്ലാം ഉത്തരം ഞാൻ മുകളിൽ കുറെ ചോദ്യങ്ങൾ ചോദിച്ചാണ് ഈ ഒരു വീഡിയോ ആരംഭിച്ചത്. അവയുടെ എല്ലാ ഉത്തരവും ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ബിസിനസ് റിലേറ്റഡ് അതുമല്ലെങ്കിൽ ഗവൺമെന്റ് സ്കീമിനെ കുറിച്ചോ കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോസ്വാല ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ബോസ്വാല ആപ്പിലൂടെ മെന്ററിനെ കണക്ട് ചെയ്ത് നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒട്ടും സമയം കളയേണ്ട, ഇപ്പോൾ തന്നെ ബോസ്വാല ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അത് മാത്രമല്ല, ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി ഏത് തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് വേണ്ടതെന്ന് താഴെ കമന്റ് ബോക്സിലും പറയൂ. നമുക്ക് ആ വീഡിയോസും ചെയ്യാവുന്നതാണ്. ബോസ്വാല, ബി ദ ബോസ്.